അവനിയുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് ശ്രീകർ പറഞ്ഞു എന്ന് ലോയർ സാറ് ഞങ്ങളോട് ഇന്നലെ പറഞ്ഞപ്പോ നെഞ്ചില് കല്ലെടുത്ത് വെച്ച പോലെയായിരുന്നു. മോനും നിഹാരികയും ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആകാൻ പറ്റി. എന്താണോ എന്തോ വീട്ടിൽ ഈ അവസ്ഥയൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, ചിലപ്പോ ഒന്നും ഇല്ലെന്ന് തോന്നും, ചിലപ്പോ എന്തൊക്കെയോ ഉണ്ടെന്നും തോന്നും. നിഹാരിക, നീ ഇന്നലെ ആവനിയുടെ റൂമിൽ പോയി താലി ചെക്ക് ചെയ്ത് വന്നു പറഞ്ഞെങ്കിലും ഞങ്ങൾക്കിപ്പോഴും മനസ്സിൽ എവിടെയോ ഒരു സംശയം ബാക്കിയുണ്ട്. അയ്യോ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. ഇന്നലെ നടന്നതൊക്കെ ഇനി എത്ര കാലം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? വേദവതി അമ്മേ, ഞാൻ പുറത്ത് കാറിന്റെ അടുത്തുണ്ടാവും. അവനെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കണേ. ശരി മോനെ. ആ, ഹലോ ആന്റണി, സുഖമാണോ? അവനിയോട് പെട്ടെന്നൊന്ന് താഴേക്ക് വരാൻ പറ മോളെ. ആ ശരിയമ്മേ. നല്ല പയ്യനാണല്ലേ? അതെ അമ്മേ, വളരെ വളരെ നല്ല പയ്യനാ. ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും വികാസിന്റെ കൂടെ ലോയറുടെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേറെ ഒരു വഴിയും കാണുന്നില്ല. വികാസിന്റെ ഭർത്താവായിട്ട് അതിലൊപ്പിട്ട് കഴിഞ്ഞ പിന്നെ ഞാനൊരു ചുഴിയിൽ പെട്ട പോലാവും. അങ്ങനെ നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇനി നീ എന്തൊക്കെ ചെയ്താലും ഇന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. വികാസിന്റെ കൂടെ പോയേ പറ്റൂ. ആരെയാ ഇവള് വിളിക്കുന്നെ? പറ അവനി, അവിടെ എന്ത് ചെയ്യാ ചേച്ചി? വീട്ടിൽ തന്നെ ഉണ്ട്, നീ പറ. അളിയൻ അവിടെ ഉണ്ടോ? ആ, ഇവിടെയുണ്ട്. നിങ്ങളും അളിയനും കൂടി ലോയറിന്റെ അടുത്തേക്കൊന്ന് വരണം. ലോയറിന്റെ അടുത്തേക്കോ? എന്തിന്? ലോയർ സാറ് ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഡോക്യുമെന്റ്സിലെല്ലാം ഒപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങളും അളിയനും റെഡിയായിട്ട് നിന്നു. ഞാൻ ഫോൺ ചെയ്ത ഉടനെ നിങ്ങൾ വരണം. അപ്പോ നിങ്ങളുടെ ഒപ്പിന്റെ കാര്യം എന്താ ചെയ്യുന്നേ? ഞാനും അതിൽ ഒപ്പിടണം. അപ്പോ ശ്രീകറും അതിൽ ഒപ്പിടണ്ടേ? എന്റെ കൂടെ ആ വികാസും വരുന്നുണ്ട്. എന്താ? അതെ ചേച്ചി, എന്നെ ലോയറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആ വികാസ കൂടെ വരുന്നേ. വികാസ് വരുന്ന എന്തിനാ? നിനക്കെന്താ അവനെ ഭ്രാന്ത് പിടിച്ചോ? വികാസ് ഈ സമയം കൊണ്ട് ഇവിടെ അടുത്തെത്തിയിട്ടുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോ സംസാരിക്കാം. നിങ്ങൾ എന്തായാലും റെഡിയായിട്ട് നിന്നോ. ശരിയേച്ചേ. എന്താ അവിടെ സംഭവിക്കുന്നത്? വികാസിന്റെ കൂടെ എന്തിനാ ലോയറിനെ കാണാൻ പോകുന്നേ? ഇപ്പൊ നിന്റെ ചേച്ചി എന്തിനാ വിളിച്ചു പറഞ്ഞത്? മുറിയുടെ പുറത്ത് പതുങ്ങി നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? നിന്റെ ചേച്ചിയോട് ലോയറിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ എന്തിനാ? ഇതിനു മുമ്പ് ലോയറിനെ കാണാൻ പോയ സമയത്ത് എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ ഒപ്പും അതില് വേണമെന്നവര് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് വക്കീൽ ഓഫീസിലേക്ക് പോകാന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞതാ. ആദ്യം നീയും വികാസം അങ്ങ് ചെല്ല്. നിന്റെ ചേച്ചിയുടെ അളിയന്റെ കാര്യം പിന്നെ നോക്കിയാ മതി. എത്ര നടക്കേണ്ടി വരും? 4 പേരും കൂടി ഒരുമിച്ച് അവിടെ എത്തിയാ അതങ്ങ് തീർന്നു കിട്ടുമല്ലോ. ഞാൻ പറയുന്ന കേക്ക്. ചേച്ചി അളിയനൊന്നും വേണ്ട. ഈ ട്രിപ്പിന് നീയും വികാസും മാത്രം പോയാ മതി. അതൊന്നും നടക്കില്ല. എല്ലാവരും ഒരുമിച്ച് പോയാ മതി. പറഞ്ഞത് ചെയ്യാ അവനി. നീ പറയുന്നതിന് ഞാൻ ചെയ്യുന്നേ. എനിക്കെന്താ, നീ വല്ല ശമ്പളവും തരുന്നുണ്ടോ? ലോയർ സാറ് പറയുന്നത് എന്തോ അതാ ചെയ്യേണ്ടത് അവനി. ചേച്ചി അളിയനും വന്നാ അവർക്ക് 2 പേർക്കും വികാസിനൊന്ന് പരിചയപ്പെടുത്താനും പറ്റൂലോ നിഹാരിക. നീ പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷെ ആ പരിചയം ചെറുതായിരിക്കില്ല. 2 കല്യാണം വരെ മുടങ്ങി പോവാൻ സാധ്യതയുണ്ട്. ആ സുജാത ഞങ്ങളുടെ വിക്കി എങ്ങാനും കണ്ടു കഴിഞ്ഞാ വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് വികാസ് എത്തിയോ? ആ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
ഓ, ഞാനൊന്ന് പ്ലാൻ ചെയ്യുമ്പോ മറ്റൊന്ന് സംഭവിക്കുന്ന എന്താ? സുജാത വികാസിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാ ഇത്രയും കാലം ഞാനിവിടെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമല്ലോ. ഇന്നലെ വരെ പേടിച്ചു നിന്ന അവനി ഇപ്പൊ എന്തിനാ ഇത്ര ആവേശത്തോടെ ഇറങ്ങിപ്പോയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവനെ ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല. അബദ്ധത്തിലെങ്കിലും അവൾ ആഗ്രഹിച്ചോ നടക്കാതെ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവള് വലിയ പ്രശ്നത്തിലകപ്പെടും. എന്തായാലും അവള് പറഞ്ഞതുകൊണ്ട് പോകാതെ വേറെ വഴിയില്ല. സുജേ, ഹേ സുജേ, എന്താ ഒരു 100 ഇങ്ങനെ. 100? നമുക്ക് വക്കീലിന്റെ അടുത്തൊന്ന് പോണം. റെഡിയാവ്. ആ, എന്തിന്? പണം ചോദിച്ച് ശല്യം ചെയ്യുന്നതിന് എന്റെ പേരിൽ കേസ് കൊടുക്കാനാ? ഒരൊപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയാ. ആ, ഒപ്പിടാനോ? ആ 5 കോടിയുടെ സ്വത്തിന് വേണ്ടിയാ? അതെ. കണ്ടില്ലേ, ഭർത്താവില്ലാതെ ഒരു കാര്യം പോലും നടക്കില്ല. നിങ്ങളുടെ പൊങ്ങച്ച നിർത്തിയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഒന്ന് സ്റ്റൈലായി തന്നെ ഇറങ്ങിയേക്കാം. എന്റെ ഭഗവാനെ, ആമനിക്ക് ഒരു ആപത്ത് സംഭവിക്കാത്ത നീ നോക്കണേ. നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് ഇനി അനക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 5 കോടി കൂടെ വരാനുണ്ട്. എങ്ങനെയെന്നോ? അതങ്ങനെയാ, രാജാവ് എവിടെയാണെങ്കിലും രാജാവാ. തേങ്ങ കൊല. വാട്ട്? എന്തു പറ്റി? ആവണി എവിടെ പോയി? ടൈം ആയല്ലോ. ടൈം ആയെന്നല്ല പറയണ്ടേ, ഇപ്പോഴും നിന്റെ ബാഡ് ടൈം സ്റ്റാർട്ട് ആയത്. ആഗ്രഹിച്ചതുപോലെ മുടക്കം ഇല്ലാതെ ടപ്പാന്ന് നടക്കുന്നുണ്ട്. എന്റെ ബാഡ് ടൈം തുടങ്ങുകയാണെന്നോ? അതെന്താ അങ്ങനെ? ഇപ്പോഴെങ്ങാനും നീ ആവനിയും കൊണ്ട് ആ ലോയറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാ അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് നീ പോവേണ്ടി വരും. അത്ര വലിയ റിസ്കിലേക്കാ നീ പോകുന്നത്. എന്താ നിന്റെ പ്രശ്നം? എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ലോയറിനെ കാണാൻ ആ സുജാതയും കൂടി വരുന്നുണ്ട് മോനെ. ലോയറിനെ കാണാൻ സുജാത, അനിത, സന്ധ്യ ആരെങ്കിലും ഒക്കെ വരും. അതിനെന്താണോ? നീ നിന്ന് നിന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നു. സുജാത എന്ന് പറഞ്ഞ മറ്റാരുമല്ല, അവനിയുടെ ചേച്ചിയാ. അതിന്? ആ ചേച്ചി വേറെ ആരും അല്ല, നീ റോട്ടിൽ ഒരുത്തി ആക്സിഡന്റിൽ പെടുത്തിയിട്ട് പോയില്ലേ, അവളാ. അവളോ? നിന്നെ നടുറോട്ടിലൂടെ ഓടിച്ച ഒരുത്തിയില്ലേ, അവള് തന്നെയാ ഇവള്. ഇവള് തന്നെയാ അവളും. അവിടെ ചെന്ന് ഒപ്പിടാൻ വേണ്ടി സുജാതയോടും അവളുടെ ഭർത്താവിനോടും ഇറങ്ങാൻ പറഞ്ഞിട്ടേ അവന് ഫോൺ ചെയ്തിട്ടുണ്ട്. സുജാത അവിടെ നിന്നെ കണ്ടു കഴിഞ്ഞാ അത് വലിയ പ്രശ്നമാവും. ഇത് നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അവനീ ചെറിയ ഷോക്കൊന്നും അല്ല തന്നത്. ഇനി എന്താ വേണ്ടത്? നേരത്തെ അകത്ത് വന്ന് വലിയ ബിൽഡപ്പ് തന്നതാ ഞാൻ. എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്യ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ നന്നായിട്ടൊന്ന് ആലോചിക്കേ. ഇല്ലെങ്കിൽ ഇത്രയും കാലം നീ അഭിനയിച്ചതൊക്കെ വെറുതെ ആയി പോവും. അങ്ങനെ പറയല്ലേ നിഹാരിക. സ്റ്റേറ്റ് അവാർഡ് മിസ്സായതുപോലെ ചങ്ക പൊളിയാ. അവൻ ഇപ്പൊ ഇറങ്ങി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. ഭഗവാനെ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? വികാസ് വരുന്നുണ്ട്. എന്നോട് റെഡിയായിട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞതാണല്ലോ. പറഞ്ഞിരുന്നു, പക്ഷേ ഇല്ലേ, രണ്ടാളും ഒരുമിച്ച് അച്ഛന്റെ അമ്മയുടെയും ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ട് ഇറങ്ങുവാണെങ്കിൽ അത് നന്നാവൂലെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ. അത് ശരിയാ. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചാലേ നിങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ സക്സസ് ആയിട്ട് വരും. അതാ വികാസ് വരുന്നുണ്ടല്ലോ. പുറത്തുപോയി എന്തെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുത്തു കാണും. ഇനി അവൻ എന്താണോ പറയാൻ പോകുന്നത് നോക്ക. ഇനി ഇവൻ എന്ത് പറഞ്ഞ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പോകുന്നേ?
പെട്ടെന്ന് അച്ഛനമ്മമാരുടെ കാലില് വീണോളൂ. എന്തിന്? അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പുറത്തിരുന്ന് പറഞ്ഞിരുന്നില്ലേ വിക്കി? പറഞ്ഞിരുന്നോ? പറഞ്ഞു കാണും. അവന് റെഡിയായിട്ട് ഇറങ്ങിയതാ. പെട്ടെന്ന് നിങ്ങൾ പോവാൻ നോക്ക്. തന്റെ മുഖത്ത് സന്തോഷമൊക്കെ പോയല്ലോ. എന്തുപറ്റി വികാസ്? എന്തോ കൺഫ്യൂഷനുള്ള പോലെ. എന്തു പറ്റി മോനെ? നമുക്ക് ഇറങ്ങിയാലോ വികാസേട്ടാ? വേണ്ട അവണി, നമുക്കിന്നത് ക്യാൻസൽ ചെയ്യാം. അതെന്താ വിക്കി? ഇന്നലെ തൊട്ടെന്നെ നിരന്തരമായിട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത ആൾക്ക് പെട്ടെന്ന് ഇതെന്തു പറ്റി? ഐ ഫീൽ ഗിൽറ്റി. എന്തിനാ? എന്താ വിഷയം? ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു ചിന്തയുണ്ട് ബ്രോ. എന്ത്? നിനക്കോ? കാര്യം എന്താണെന്ന് വളച്ചു കെട്ടാതെ പറ വികാസ്. ഇപ്പൊ തന്നെ ഞങ്ങൾ അറ്റാക്ക് വരാൻ പാകത്തിന് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് നന്നായിട്ട് ആലോചിച്ചു. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നി. ഇന്നലെ തൊട്ട് ഈ നേരം വരെ വരാത്ത ഈ ആലോചന പെട്ടെന്നിപ്പ എങ്ങനെയാ ഉണ്ടായേ? ചില ചിന്തകളൊക്കെ അവസാന നിമിഷം ഉണ്ടാകുന്നതല്ലേ ചേച്ചി? അതിലെന്ത് തെറ്റാ മോനെ ഉള്ളത്? അവനിക്ക് കിട്ടാനുള്ള ആസ്തിക്ക് വേണ്ടി ഞാൻ അവളുടെ കൂടെ പോയി ഒപ്പിട്ട് കൊടുത്തതാണെന്ന് നാളെ നാട്ടുകാർ 4 വിധത്തിൽ പറഞ്ഞുണ്ടാക്കിയാലോ? ഞാൻ പണത്തിന് ബുദ്ധിമുട്ടുള്ളവനല്ല. എനിക്ക് പണത്തിനോട് അത്ര ആഗ്രഹവും ഇല്ല. എനിക്കാവശ്യമുള്ളത് അവണിയെ മാത്ര. അതുകൊണ്ടാ കല്യാണം കഴിക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് ശക്തമായിട്ട് തോന്നി. നിനക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നത് വലിയ അത്ഭുതമാ. എനിക്ക് സഹിക്കുന്നില്ല ഇതൊന്നും. നീ എന്ത് പറയുന്നു നിഹാരിക? നല്ല ആദർശത്തോടെ നീ ചിന്തിച്ചത് വികാസ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു വേദവതി അമ്മേ? ഞാൻ ആലോചിക്കുമായിരുന്നു മോനെ. ഇല്ലമ്മേ, താലി കെട്ടിയതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്ക് അർഹതപ്പെട്ടത് ഞാൻ എടുക്കുന്നതും താലി കെട്ടുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യുന്നതും രണ്ടാ. എൻ്റെ ക്യാരക്ടർ അതിന് സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നിഹാരിക പറഞ്ഞ പോലെ വികാസ് നല്ല ആദർശത്തോടെ ചിന്തിച്ചു വേദ. ഇത്ര നന്നായിട്ട് ആലോചിക്കുന്നത് അവന്റെ വലിയ മനസ്സിന്റെ തെളിവാ. ശരിക്കും താൻ ഗ്രേറ്റാ വികാസ്. താൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴേ ദിവസം കഴിയുന്തോറും എനിക്ക് തന്നോടുള്ള ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുക. എന്റെ വിക്കി എപ്പോഴും എല്ലാവരുടെ നല്ലത് മാത്രമേ ആലോചിക്കാറുള്ളൂ. മോൻ ഇത്ര നന്നായി ആലോചിക്കുമ്പോ ഞങ്ങൾ എന്തിനാ നിന്നെ എതിർക്കുന്നേ? ശരി, നിന്റെ ഇഷ്ടം. നിങ്ങൾ എല്ലാവരും ഓക്കെ എന്ന് മാത്രം പറഞ്ഞാ മതിയോ അമ്മേ? ഞാൻ ഓക്കെ പറയണ്ടേ? എന്നോടൊരു വാക്ക് ചോദിച്ചൂടെ? എനിക്ക് വികാസേട്ടന്റെ കൂടെ പോണം. ഒപ്പിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം. മുറിവിലെ 20 ഏക്കല്ലേ അവനീ. വികാസേട്ടാ, നിങ്ങളെക്കുറിച്ച് ആരെന്ത് കരുതിയാലും എനിക്കെന്താ? എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. വാ, നമുക്ക് പോവാം. പ്ലീസ് ഏട്ടാ. എന്റെ ഭഗവാനെ, ആവനിയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഈ പെർഫോമൻസ് പ്രതീക്ഷിച്ചതേയില്ല. സമയാകുന്നു, വാ ഏട്ടാ. വേണ്ട അവണി, ഒന്ന് വാ വികാസേട്ടാ. ഇല്ലെങ്കിൽ ഇവരെല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കില്ല ഏട്ടാ. ഞാൻ എന്തോ പ്ലാൻ ചെയ്തത് മുടക്കിയതാണെന്നല്ലേ ഇവര് കരുതൂ. ഏയ്, അവരങ്ങനെയൊന്നും കരുതില്ല. ആവനീ, വികാസ് പറയുന്നതിലും കാര്യമുണ്ട്. നീ മനസ്സിലാക്കാതെ. കല്യാണം കഴിഞ്ഞ ശേഷമേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങക്ക് നോക്കാലോ. ശരി ചേട്ടാ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഓക്കെ. വേദവതി അമ്മേ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ബുദ്ധിമുട്ടാക്കിയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എന്നാ ഞാൻ പോവാൻ നോക്കട്ടെ. ആയിക്കോട്ടെ മോനെ. വികാസിന്റേത് വളരെ വലിയ മനസ്സാ മോളെ. സിസ്റ്ററെ, എന്താ ചേട്ടാ? ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഒരല്പം പോലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാവില്ല.
വാ വേദ. അവനി ഡിസപ്പോയിന്റ് ആവണ്ട കേട്ടോ, കല്യാണം കഴിഞ്ഞ് നോക്കാന്നേ. വസന്തേ, ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ട് എനിക്ക്. മണ്ടൻ പ്ലാനുകൾ ഉണ്ടാക്കി എന്നെ അങ്ങ് പൂട്ടിക്കളയാന്ന് കരുതിയല്ലേ നീ? കാര്യങ്ങൾ തിരിച്ചടിച്ചത് കണ്ടില്ലേ? എന്നെയും എന്റെ ഏട്ടനെയും നിനക്ക് തപസ് ചെയ്താലും വേർപെടുത്താൻ കഴിയില്ല. എപ്പോഴാണെങ്കിലും എന്റെ ഭർത്താവ് ആ ഡോക്യുമെന്റ്സിലെല്ലാം ഒപ്പിട്ട് കൊടുക്കേണ്ടത്. എന്റെ പണത്തിന് വേണ്ടിയല്ല, എന്റെ ഭർത്താവാണെന്ന് ഈ നാട്ടുകാരെല്ലാം അറിയിക്കാൻ വേണ്ടി. ബൈ ബേബി. ചേച്ചേ, എന്ത് കഷ്ടമാ ഇത്. ഈ വീട്ടിലെ മരുമകനായിട്ട് നിന്നിട്ടും എനിക്ക് മനസമാധാനമില്ല. ഈ വീട്ടിലെ അവസ്ഥ കണ്ടിട്ടും എനിക്ക് മനസമാധാനമില്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ല, എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞാനിവിടുന്ന് പോവാ, മുകളിലോട്ട് പോവാ ഞാൻ. അയ്യോ അച്ഛാ, അയ്യോ ഏട്ടാ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നേ? ഊഞ്ഞാലാടാൻ പോവാ. ഊഞ്ഞാല് കഴുത്തിലിടില്ലല്ലോ ഏട്ടാ. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള പ്രശ്നം എന്താ ഏട്ടാ? നിങ്ങളുടെ കൂടെ പറഞ്ഞതല്ലെങ്കിലും നിങ്ങൾക്ക് ഈ അനീതി ഉണ്ടേട്ടാ. അച്ഛാ, നിർത്ത്. നിങ്ങൾക്കുണ്ടായ മകളല്ലെങ്കിലും ഒന്ന് പറയരുത്. നിന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. അച്ഛന്റെ പേര് നിലനിർത്തുന്ന ഒരു മകളുണ്ട് അച്ഛാ നിങ്ങൾക്ക്. നീ നിലനിർത്തുന്നില്ലല്ലോ, നിലത്ത് കിടത്തുവല്ലേ. എന്താ പ്രശ്നം? എന്റെ കെട്ടിയോൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. അയ്യോ, അതെന്തിനാ? ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതിനേക്കാൾ നല്ലത് ചത്ത് മേലോട്ട് പോകുന്നതാ. ഇപ്പൊ എന്തുണ്ടായിട്ടാ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നല്ലാതെ എന്താ? എന്റെ ജീവിതത്തില് കല്യാണം കഴിഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിക്കാതെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. നിന്നെയും ആവനീനെയും ശ്രീകരനെയും ആ വികാസിനെ പോലെയുള്ളവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓരോ ദിവസവും ഓരോ ടെസ്റ്റ്. എനിക്കിതൊന്നും സഹിക്കുന്നില്ല. BP കൂടിക്കൊണ്ടിരിക്കുവാ. ഈ അടുത്താ ഞാൻ ടാബ്ലറ്റ്സ് വരെ ഉപയോഗിച്ചു തുടങ്ങിയത്. എനിക്ക് ചാകണം, എനിക്ക് ചാകണം, എന്നെ മറന്നേക്ക്. ഞാൻ ചാകാൻ പോവാ, എനിക്ക് ചാകണം. വേണ്ട അച്ഛാ, വേണ്ട. ചേട്ടാ, ഒന്നും ചെയ്യരുതേട്ടാ, വേണ്ട ഏട്ടാ. വെറുതെ കാണിക്കല്ലേ പൃഥ്വിരാജ് ചേട്ടാ. എന്നെ തടയരുത്. ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോളാം. ഞാനൊന്ന് കരുതുമ്പോ ഈ വീട്ടിൽ മറ്റൊന്നാ സംഭവിക്കുന്നത്. എനിക്ക് ചാകണം, എനിക്ക് ചാകണം. ഒന്ന് നിർത്തേട്ടാ. എന്താ? എന്തു പറ്റി? എന്തു പറ്റിയേട്ടാ? എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഇതിന്റെ കാരണം നീയാ. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ തന്നെയാ ചെയ്തത്. എല്ലാം നീ തന്നെയാ ചെയ്തത്. വികാസിന്റെ കൂടെ പോകുന്ന നീ പറയും, നമുക്ക് പിന്നെ പോകാം ആവണി എന്ന ആ വികാസ് പറയുന്നത്. മുതിർന്നവരാണെങ്കിൽ താനാന്ന് പറയാം, തന്നെന്നാ എന്നാ പറയുന്നത്. ശ്രീകരാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമല്ലേ. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. കഴിച്ചിട്ട് അവനെ തൊണ്ട നിറങ്ങുന്ന പോലുമില്ല. എല്ലാത്തിന്റെയും തലമണ്ട തല്ലി പൊളിക്കാനാ എനിക്ക് തോന്നുന്നേ. അതിനിപ്പോ എന്തുണ്ടായിട്ടാ ചേട്ടാ? ഇനിയല്ലേ ഈ കഥ ഒന്നുകൂടി ഒന്ന് കൊഴുക്കാൻ പോകുന്നത്. നിങ്ങൾ വെറുതെ ധൃതി കാണിച്ച് ആത്മഹത്യ ചെയ്യരുത്. കല്യാണമാകുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് നിങ്ങൾ ചത്തുപോയിക്കോളൂ. ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന എന്തിനാ? ഹാർട്ട് അറ്റാക്ക് ആകുമ്പോ സമാധാനായിട്ടങ്ങ് പോവാലോ.
കണ്ടില്ലേ, നമ്മളൊക്കെ ചാവാൻ അവൾ ആഗ്രഹിക്കുന്നെ. അങ്ങനെ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചാവേണ്ട കാര്യം എന്താ പൃഥ്വിരാജ് ചേട്ടാ? ഞങ്ങളും ഇവിടെ നിങ്ങളുടെ അതേ അവസ്ഥയിലാ ഉള്ളത് എന്ന് കരുതി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ടോ? ഇറങ്ങേട്ടാ, ഇറങ്ങ്. ഇറങ്ങ്. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ശ്രമം ഞാൻ ഉപേക്ഷിക്കാം. ശരി, ഇറങ്ങേട്ടാ, ഇറങ്ങ്. പിടിക്കേ. എന്താണെങ്കിലും ശരി, നമുക്കത് ജീവിച്ച് നേടിയെടുക്കണോ ഏട്ടാ? ഭഗവാനെ, ഇപ്പോഴാ എന്റെ മനസ്സിന് സമാധാനമായത്. എന്നെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ വസന്ത? വെള്ള സാരി എനിക്ക് സൂട്ടാവില്ല ഏട്ടാ, അതുകൊണ്ടാ.